ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ദുനിയാവിൽ നിങ്ങളില്ലെങ്കിലും ഒരു ചുക്കും സംഭവിക്കാനില്ല. നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും സൂര്യൻ ഉദിക്കും. നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും കുടുംബക്കാർ ഭക്ഷണം കഴിക്കും. നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും നിങ്ങളുടെ വീട്ടിൽ വിളക്ക് തെളിയും. നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും നിങ്ങൾ നാട്ടിൽ പലതും സംഭവിക്കും. പക്ഷേ കബറിനടിയിൽ കിടക്കുന്ന മനുഷ്യ, വല്ലാഹിറത്തു ഖൈറും വഅബ്കാ, ഒരിക്കലും മരിക്കാത്ത പടച്ചറപ്പിന്റെ ബർസഖിയായ ലോകത്ത് നീ അനുഭവിക്കേണ്ടി വരുന്ന നാഥന്റെ തീരുമാനത്തെ പറ്റി നീ ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിക്കണം. മരിച്ചതിന് ശേഷം കബറും പുറത്ത് ഖുർആൻ ഓതിയിട്ടും കബറും പുറത്തേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടും നിന്റെ കബർ നിനക്ക് ഭംഗിയാക്കാൻ സാധിക്കുകയില്ല. മരിച്ചവന്റെ പേരിൽ 1000 ചാക്ക് സിമന്റ് വാരിയാലും 1000 ചാക്ക് ചോറ് വാരിയാലും മറ്റേതെങ്കിലും കണ്ണൂക്കിന്റെ ഭക്ഷണം വിതരണം ചെയ്താലും ജീവിച്ചിരിക്കുന്ന കാലത്ത് നിന്റെ സൽപ്രവർത്തികളെ കൊണ്ട് നിന്റെ കബർ നിനക്ക് ഭംഗിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വല്ലാഹിറത്തു ഖൈറും വഅബ്കാ എന്നെന്നും ബാക്കിയാവുന്ന ഒരാഹറം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ആ ആഹറത്തിലേക്കുള്ള യാത്രയാ ജീവിതം. അതുകൊണ്ടാ താഴെ കുഞ്ഞുമോദ് മുസ്ലിയാർ പാടിയതും കബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, അത് കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. ചിതലും പുഴുക്കൾ മാളവും പെരുത്തുണ്ടതിൽ, സന്തോഷമാണ് അവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. 2-3 ദിനം കൊണ്ട് അഴുകുന്നതാണ് ഈ നേത്രം 2. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2, അത് കണ്ട് മണ്ടുമേ ഭയം കൊണ്ട്. അത്രയുള്ളൂ ശരീരത്തിന്റെ വില. 6 അടി മണ്ണ് കറക്കി വെച്ച് കഴിഞ്ഞാൽ പുഴുക്കൾക്കും ഇഴജന്തുക്കൾക്കും തിന്നാനുള്ള ഒരു മാംസകഷണം മാത്രം. പക്ഷേ ആ കബറിൽ ആത്മാക്കളുടെ ലോകത്ത് അള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചില സമ്പാദ്യങ്ങൾ നമ്മളെ കയ്യിലുണ്ടാകണം. മരണം തേടിയെത്തുന്നതിന്റെ മുൻപ് കബറിലേക്കുള്ള ചില വിഭവങ്ങൾ നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ടാണല്ലോ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നതിന്റെ തൊട്ടു മുൻപ് അല്പ ദിവസങ്ങൾക്ക് മുൻപ് മദീന പള്ളിയിൽ ഒരു സുബ്ഹി നിസ്കരിച്ച് ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തു കിട്ടിയത് പൂരപ്പറമ്പെന്നല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തു കിട്ടിയത് സെവൻസിന്റെ പറമ്പെന്നല്ല. 5 വക്തിനും പടച്ചുറപ്പിന്റെ മുൻപിൽ നെറ്റി ചേർക്കാൻ സുബ്ഹി നമസ്കാരത്തിന്റെ മരം കൊച്ചുന്ന തണുപ്പത്ത് മദീന പള്ളിയിലേക്ക് നടന്നുപോയി ആ പള്ളിയുടെ മുൻഭാഗത്ത് എത്തിയപ്പോഴാ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തേറ്റതും അവിടെ കിടന്ന് മരണപ്പെട്ടതും. ആ ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് മദീന പള്ളിയിൽ ഇരുന്ന് കരയുന്നുണ്ട്. ഇത് കണ്ട ചില സഹാബാക്കള് അരികിൽ വന്ന് ഉമർ ബിൻ ഖത്താബിന്റെ തോളത്ത് കൈവച്ച് ചോദിക്കും, ഉമറേ എന്തിനാ സങ്കടം, താങ്കൾ എന്തിനാ അങ്ങനെ ബേജാറാവുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചെന്തോ പറയാൻ നോക്കുമ്പോഴേക്കും അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. വീണ്ടും ചോദിക്കും സഹാബത്ത്, പറ ഉമർ, എന്തിനാ ഇത്രയേറെ താങ്കൾ സങ്കടപ്പെടുന്നത്? തിരിച്ചു പറയുന്നതിന്റെ മുൻപ് ആരാ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ അറിയണം. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരൊട്ടക കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ ഞാൻ എന്റെ റബ്ബിനോട് എന്ത് പറയുമെന്ന് ചോദിച്ച് മദീന പള്ളിയിൽ ഇരുന്ന് കരഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നട്ടപ്പാതിര നേരത്ത് പോലും വേഷം മാറി പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് കയറി ചെന്ന് ഗോതമ്പ് ചാക്ക് തോളത്തെടുത്ത് പാവപ്പെട്ട കുടുംബങ്ങളുടെ വിശപ്പകറ്റി കൊടുത്ത ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമറങ്ങാനും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിൽ പിശാച് പോലും വരാൻ പേടിക്കും എന്ന് പഠിപ്പിക്കപ്പെട്ട ഉമർ ബിൻ ഖത്താബ് മദീന പള്ളിയിൽ മരണപ്പെടുന്നതിന്റെ തൊട്ടു മുൻപ് അള്ളാഹുവിന്റെ പ്രവാചകൻ നെഞ്ചും വിരിച്ച് നടന്നു വരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉമർ ഇസ്ലാമിന്റെ ബാബാണ്, ഇസ്ലാമിന്റെ വാതിലാണ് ആ ഉമർ. എന്റെ ഉമർ എങ്ങാനും തകർക്കപ്പെട്ടാൽ അന്നു മുതൽ ഇസ്ലാമും തകർക്കപ്പെട്ടു തുടങ്ങുമെന്ന് പറഞ്ഞ അതേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്ത്യയിൽ ഒരു ഭരണം വേണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് 20 ഗോത്രങ്ങളെയും 20 പ്രവിശ്യകളെയും ഏകോപിപ്പിച്ച് ഭരിച്ച് രാജ്യത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വ്യത്യാസം കാണിക്കാതെ നീതിയും ന്യായവും നടപ്പിലാക്കിയ ഉമറിന്റെ ഭരണമായിരിക്കണമെന്ന് ഗാന്ധിജിയെ കൊണ്ട് പോലും പറയിപ്പിച്ച അതേ ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് കരയുമ്പോൾ സഹാബത്ത് ചോദിക്കുക, എന്തിനാ ഉമറെ കരച്ചില്? ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുന്ന വാക്ക്, പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം അള്ളാഹു ഉമറിന് തരാതെ കളയുമോ എന്നെനിക്കൊരു പേടി തോന്നുന്നു സഹാബത്തെ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ലോകത്തിന്റെ പ്രവാചകൻ മുനാഫിക്കുകളുടെ പേര് പറഞ്ഞു എന്ന് കേട്ടപ്പം മദീന പള്ളിയിൽ നിന്നും വെപ്രാളപ്പെട്ടോടി പ്രവാചകന്റെ അരികിലേക്ക് എത്തി ഹുദൈഫാന്റെ മുഖത്ത് നോക്കി കണ്ണുനീരോടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹുദൈഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുനാഫിക്കുകളുടെ പേര് പറഞ്ഞല്ലോ,
ആ കൂട്ടത്തിൽ ഉമറിന്റെ പേരുണ്ടോ? ഉമറിന്റെ പേരുണ്ടോ ഹുദൈഫ? ഒന്ന് പറ ഹുദൈഫ. എന്റെ നമസ്കാരം മുനാഫിക്കത്തരമാണെന്ന് റസൂലുള്ളാഹിക്ക് തോന്നിയോ? എന്റെ സ്നേഹം മുനാഫിക്കത്തരമാണെന്ന് റസൂലുള്ളാഹിക്ക് തോന്നിയോ? എന്റെ ദാനധർമ്മം മുനാഫിക്കത്തരമാണെന്ന് അള്ളാന്റെ ഹബീബിന് തോന്നിയോ? റബ്ബിന് തോന്നിയോ? അതുകൊണ്ട് പറ ഹുദൈഫ, മുനാഫിക്കുകളുടെ പേരിൽ എന്റെ പേരുണ്ടോ എന്ന് ചോദിക്കുകയും പേരില്ലെന്നറിയുമ്പം ആകാശത്തേക്ക് കൈകളുയർത്തി എന്റെ ഇബാദത്തുകളെ കൊണ്ട് എന്റെ പരലോകം നീ വെളുപ്പിക്കണേ നാഥാ എന്ന് പ്രാർത്ഥിച്ചിറങ്ങുന്ന അതേ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചോദ്യം, റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരിവെക്കാനുള്ള സ്ഥലം റബ്ബിനിക്ക് തരാതെ കളയുമോ എന്ന് പേടി തോന്നുന്നു സഹാബത്തെ.